ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ്. ദേവദൂതൻ മൂവി രണ്ടാമത് റിലീസ് ചെയ്തപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഞാനപ്പോൾ ഇന്നലെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ആ മൂവി ടി വിയിൽ വരുമ്പോഴോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ നമ്മൾ ഇടയ്ക്ക് കാണാറുണ്ടായിരുന്ന ഒരു സിനിമയാണത്. എന്തോ അതിനോട് ഒരു ഇഷ്ടം തോന്നിയിരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അത് ഇപ്പോൾ റിലീസ് ചെയ്തപ്പോൾ എന്തായാലും അങ്ങനെ കാണാൻ പോകാൻ തോന്നി. അങ്ങനെ പോയി കണ്ടത് വളരെ നന്നായിരുന്നു എന്നാണ് പറയാനുള്ളത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് വേണം പറയാൻ. ഒരു എഡിറ്റഡ് വേർഷനാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ സിനിമ അടിപൊളി. അതിൻ്റെ തുടക്കത്തിലുള്ള ഒരു എന്തരോ എന്ന് പറയുന്ന ആ ഒരു സോങ് ഉണ്ടല്ലോ, അത് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ്ങാണ്. അത് സിനിമയിൽ ഇപ്പോൾ കാണുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, സിനിമയിൽ ആ വിഷ്വലും കൂടെ അത്രയും വലിയ സ്ക്രീനിൽ അത് കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു. സിനിമയിലൊക്കെ അങ്ങ് ഇന്നാവണത് നമ്മൾ പോലും അറിയില്ല. ആ രീതിയിലുള്ളൊരു ഫീലാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. ഇതിനു മുമ്പ് ലാലേട്ടൻ്റെ സ്പടികം റിലീസ് ചെയ്ത സമയത്ത് ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അത് വേറൊരു രീതിയിലുള്ളൊരു ഫീലായിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് വേറൊരു ഫീൽ. ഇതിൻ്റെ ആ ഒരു സംഗീതവും അതുപോലെ തന്നെ ആ വിഷ്വലും അതെല്ലാം കൂടെ കോർത്തിണക്കി കുറച്ചും കൂടെ ട്രിമ്മൊക്കെ ചെയ്തിട്ട് ഇത്രയും വലിയ സ്ക്രീനിലിരുന്നത് കണ്ടപ്പോൾ ടി വിയിൽ കാണുന്ന പോലെയല്ല, മറ്റെവിടെയൊക്കെയോ നമ്മളെ സ്പർശിച്ച പോലെ ഒരു ഫീൽ ഉണ്ടായി. സിനിമയെ പറ്റി ഞാൻ ഒരുപാട് പുകഴ്ത്തി പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇപ്പം അത് കണ്ടത് ഒരു വെർത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓൾമോസ്റ്റ് എല്ലാവരും ആ സിനിമ കണ്ടിട്ടുള്ളതാണ്. പിന്നെയും വന്ന ആ ഒരു സിനിമ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് ആ സിനിമയോടുള്ളൊരു പ്രത്യേക ഇഷ്ടം കൊണ്ടാണ്. നമ്മൾ എത്ര പ്രാവശ്യം മൊബൈലിൽ കണ്ടാലും ടി വിയിൽ കണ്ടാലും ഇതുപോലെ തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ ഒരു ഫീൽ എന്തായാലും കിട്ടില്ല. അതിലെ കഥാപാത്രങ്ങളായ അലീനയും മഹേശ്വരും വിശാലും ഒക്കെ നമുക്കറിയാവുന്നവർ തന്നെയാണ്. അവരെല്ലാം ഒന്നുകൂടെ കാണാൻ വേണ്ടി തന്നെയാണ് നമ്മൾ തിയേറ്ററിലേക്ക് പോയത്. ശരിക്കും പറഞ്ഞാൽ ആ സിനിമ ഒന്നുകൂടെ കണ്ടപ്പോൾ അവരുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചയാണ് വീണ്ടും ഇവിടെ സംഭവിച്ചതായിട്ട് തോന്നിയത്. അവരൊന്നും കൂടെ കാണാൻ പറ്റി. നമ്മളും അവരിലൊരാളായിട്ട് അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ സിനിമ ചെയ്തത്. അന്നിപ്പോൾ ആ സിനിമ ഒരുപാട് നഷ്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും എന്നാൽ ഇന്നിപ്പോൾ ഒരുപാട് പേര് തിയേറ്ററിലേക്ക് ആ സിനിമ കാണാൻ വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എന്തായാലും സിനിമ തിയേറ്ററിലുണ്ട്. ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ഇഷ്ടമുള്ളവർ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആ സിനിമ കണ്ടപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ അതിനോടൊരു ഇഷ്ടം തോന്നിയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയ ഒരു സിനിമ ഒന്നുകൂടെ കാണാൻ ശ്രമിക്കുക. അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയം ഒരിക്കലും നഷ്ടമായിരിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇപ്പോൾ ആ സിനിമ റിലീസ് ചെയ്തപ്പോൾ ഒന്നുകൂടെ കാണാൻ പോയി. എനിക്ക് ഓൾറെഡി ആ സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് തിയേറ്ററിലൂടെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഏതായാലും മറ്റു വിശേഷങ്ങളായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്